أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. ആദരണീയരായ പണ്ഡിതന്മാരെ, നമ്മുടെ തുഹ്ഫത്തുൽ മുഹ്താജിന്റെ 28ാമത്തെ ക്ലാസ് കിതാബ് അഹ്കാമി ത്വഹാറത്തി, ത്വഹാറത്തിന്റെ വിധികൾക്കുള്ള കിതാബാണ് ഈ കിതാബ്. ഇനി ആ കിതാബ് അഹ്കാമി ത്വഹാറത്തിനെ കുറിച്ചുള്ള ഓരോന്നിന്റെയും വിശദീകരണം. ഈ കിതാബ് അൽ മുസ്തമിലത്തു, ഇത് ചുറ്റി നിൽക്കുന്നതാണ്. അലാ വസായില അർബഅ മഖാസിദ കദാലിക, 4 മഖ്സൂദുകളും 4 മാധ്യമങ്ങളും ഇതിന്റെ മേലിൽ ചുറ്റി നിൽക്കുന്നതാണ് ഈ പറയുന്ന കിതാബ്. അപ്പോൾ 4 മഖ്സൂദുണ്ട് ഇതില്, അതോടൊപ്പം തന്നെ 4 മാധ്യമങ്ങളുമുണ്ട്. 4 മാധ്യമങ്ങളായിട്ട് നമുക്ക് എണ്ണാനുള്ളത് ഏതാണെന്ന് ചോദിച്ചാൽ വെള്ളം, നജസുകള്, ഗവേഷണം, പാത്രങ്ങള്. ഉദ്ദേശിക്കപ്പെടുന്ന കാര്യങ്ങൾ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ വുളൂഅ്, കുളി, തയമ്മം, നജസിനെ നീക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ മേലിൽ ചുറ്റിയതാണ് ഈ കിതാബ് അഹ്കാമു ത്വഹാറ എന്ന് പറയുന്നത്. വഅഫ്റദഹ, മുസന്നിഫ് അവറുകൾ ഈ മഖ്സൂദിനെ തനിപ്പിച്ചു നിർത്തി. എന്തുകൊണ്ട്? ബി തറാജിമ, ഓരോന്നിനും ഓരോ എഡിങ് ഇട്ടുകൊണ്ട് തന്നെ വുളൂഇന്റെ ബാബ്, അതുപോലെ ഗുസ്ലിന്റെ ബാബ് എന്ന് പറഞ്ഞ് ഓരോന്നിനും മഖ്സൂദുകൾ, അതിനെയൊക്കെ ഓരോന്നിനും എഡിങ് ഇട്ടുകൊണ്ട് തന്നെ മുസന്നിഫ് തനിപ്പിച്ചു നിർത്തിയിരിക്കുകയാണ്. ദൂന തിൽക്ക, 4 മാധ്യമങ്ങളില്ല. മാധ്യമങ്ങൾക്ക് അങ്ങനെ എഡിങ് ഇട്ടിട്ടില്ല. മാധ്യമങ്ങളുടെ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ടവര് ഒഴിവാക്കി തന്നത് ഇഷ്ടത്തിന് ഇല്ലൻ നജാസത്ത, നജീസുകൾ ഒഴികെയെന്നാ. അപ്പൊ നജസുകള് പിന്നെന്താ എഡിങ് ഇട്ട് പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ ലിത്തൂലി മബാഹിഫിഹ, ആ നജസുകൾക്കുള്ളതായ ചർച്ചകൾ വളരെ നീണ്ടതാണ്. അതുകൊണ്ടാണ് അങ്ങനെ നജസുകൾ ഒഴികെ എന്ന് പറഞ്ഞ് ഇഷ്ടത്തിന് ചെയ്തത്. പിന്നെ നമുക്ക് പറയാനുള്ളത്, എന്തിനാണ് മഖാസിദുകൾക്ക് ഇങ്ങനെ എഡിങ് ഇട്ടുകൊണ്ട് തനിപ്പിച്ച് പറഞ്ഞു ചോദിച്ചാൽ ഫർഖം ബൈനൽ മഖ്സൂദി ബിദ്ദാത്തി വഗൈരിഹി, ബിദ്ദാത്ത് കൊണ്ടുള്ള മഖ്സൂദും ബിദ്ദാത്ത് അല്ലാത്തത് കൊണ്ടുള്ള മഖ്സൂദിന്റെ മെഡൽ വിട്ടുപിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ വൽ കിതാബു, കിതാബ് എന്ന് പറഞ്ഞാൽ കൽ കുതുബി വൽ കിതാബത്തി, ഇതുപോലെ കുത്തുബ് കിതാബത്ത് പോലെ കിതാബ് എന്ന് പറഞ്ഞാൽ എന്താ ലുഅത്തൻ, ഭാഷാപരമായ അർത്ഥം അള്ളമ്മു വൽ ജംഉ, കൂട്ടുക, ഒരുമിച്ച് കൂട്ടുക എന്നൊക്കെ അർത്ഥമുണ്ട്. വസ്തിലാഹൻ, സാങ്കേതികാർത്ഥത്തിൽ കിതാബിന് പറയുന്ന പേര് ഇസ്മിന്റെ ജുംലത്തി മുഖ്തസത്തി മിനൽ ഇൽമി, വിജ്ഞാനത്തിൽ നിന്ന് പ്രത്യേകമായിരിക്കുന്ന ഒരു കൂട്ടമുണ്ടെങ്കിൽ ആ കൂട്ടത്തിന് പറയാൻ പറ്റുന്ന ഒരു പേരാണ് കിതാബ് എന്നുള്ളതാണ്. ഫഹുവ, അപ്പോൾ ഇത് എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? ഇപ്പോ ഇത് നമ്മൾ ലുഗ്വിയായിരിക്കുന്ന ഭാഷയിൽ നിന്ന് മാറ്റിയിട്ട് ഇസ്തിലാഹിലേക്ക് മാറ്റിക്കൊണ്ടുവന്നില്ലേ? അങ്ങനെ പറയുന്ന ഇത് ഇമ്മാ ബാക്കിൻ, ഒന്നിരിക്കൽ അങ്ങനെ വരുമ്പോൾ ഈ കിതാബ് എന്നുള്ളത് അലാ മസ്തരിയത്തി, അത് അതിന്റെ മസ്തറിന്റെ മേൽ തന്നെ അവശേഷിക്കുന്നുണ്ട്, അങ്ങനെ വരും. അല്ലെങ്കിൽ അഭിമാന ഇസ്മുൽ മഖ്ഊൽ, ഇസ്മുന്റെ അർത്ഥത്തിനും കൊടുക്കാം കിതാബിനെ. അവിൽ ഫായിൽ, അല്ലെങ്കിൽ ഇസ്മു ഫായിലിന്റെ അർത്ഥത്തിനും കൊടുക്കാം. ഭാഷാപരമായുള്ള അർത്ഥം ഒരുമിച്ച് കൂട്ടുക എന്നൊക്കെ അർത്ഥം വെച്ചല്ലോ. എന്നിട്ട് ഇസ്തിലാഹിയിലേക്ക് നീക്കിയത് എങ്ങനെയാണ്? ഇൽമിന്റെ കൂട്ടത്തിൽ നിന്ന് പ്രത്യേകമായ ഒരു കൂട്ടത്തിനാണ് പറയുക എന്നും പറഞ്ഞു. അപ്പൊ പിന്നെ മസ്തറായിട്ട് ഉപയോഗിക്കുക കിതാബിനെ, ഒരുമിച്ച് കൂട്ടലെന്നാക്കാം. അല്ലെങ്കിൽ കിതാബിനെ ഇസ്മഫൂലാക്കി കൊണ്ടുവരാം, ഒരുമിച്ച് കൂട്ടപ്പെട്ടെന്നാക്കാം, അല്ലെങ്കിൽ ഒരുമിച്ച് കൂട്ടുന്നത്, ഇങ്ങനെയൊക്കെ അർത്ഥം വെക്കാം. ആ ചർച്ച അവിടെ കഴിഞ്ഞു. ഇനി നമുക്കിവിടെ ഇലാഫത്തുണ്ട്. ഒൽ ഇലാഫത്തു കിതാബ് അഹ്കാമി ത്വഹാറത്തി എന്ന് പറയുമ്പോ ഇവിടുത്തെ ഇലാഫത്ത് അമ്മാ ബിമാനൽ ലാമി, അത് ലാമിന്റെ അർത്ഥത്തിന് വരാം. അപ്പോ ത്വഹാറത്തിനുള്ള വിധികളെ പറ്റി പറയുന്ന കിതാബ് എന്നായി. അല്ലെങ്കിൽ എന്താക്കാം? ഓ ബയാനിയ, അല്ലെങ്കിൽ ഇലാഫത്ത് ബയാനിയാക്കാം. ബയാനിയത്ത് വരുമ്പോ എങ്ങനെയായിരിക്കും? ത്വഹാറത്താകുന്ന വിധികൾ, ത്വഹാറത്താകുന്ന വിധികൾ, അതിനെപ്പറ്റി പറയുന്ന കിതാബാണ് എന്നും വെക്കാം. പിന്നെ അബ്ബറു അൻ ദിൽക്കൽ ജുംല, ഇൽമിൽ നിന്ന് പ്രത്യേകമായ ഒരു കൂട്ടത്തിന് പറയുന്ന പേരാണ് കിതാബ്. അങ്ങനെ കിതാബ് എന്നുകൊണ്ട് ഇബാറത്തിടാം. എങ്കിൽ ബിൽ ബാബി, ബാബ് എന്നുകൊണ്ട് ഇബാറത്തിടാം. ബിൽ ഫസലി, ഫസല് കൊണ്ടും ഇബാറത്തിടാം.
ഫൈൻജുമിയാത്ത് അവ കിതാബ് ബാബ് ഫസ്ല് ഇങ്ങനെ ഒരുമിച്ച് കൂട്ടപ്പെടുകയാണ് എങ്കിൽ എന്താ വ്യത്യാസം ഉണ്ടാവുക? കാനൽ അവലു അവ കിതാബ് എന്നുള്ളതായി ലിൽ മുസ്തമിലത്തി അലൽ അഖീറൈനി ബാബ് ഫസ്ല് എന്നതിന്റെ മേൽ ചുറ്റുന്നതായി കിതാബ്. വസാനി ബാബ് എന്നതാകും ലിൽ മുസ്തമിലത്തി അല സാലിസി ഫസ്ലിന്റെ മേൽ ചുറ്റുന്നതായി വന്നു. ഓഹുവൽ മുസ്തമിലത്തു അല്ല മസായില ഗാലിബൻ സാധാരണയിൽ ഫസ്ല് എന്ന് പറയുമ്പോൾ എന്തിന്റെ മേൽ ചുറ്റിയിട്ട് വരിക? അത് മസ്അലകളെ മേൽ ചുറ്റിയിട്ട് വരും. ഫിൽ കുല്ലി ഈ പറയപ്പെട്ട എല്ലാത്തിലും സാധാരണഗതിയിൽ അങ്ങനെയാണ്. ബാബുകൾ ബാബായിട്ടും കിതാബ് കിതാബിലായിട്ട് ഫസ്ല് ഫസ്ലായിട്ട് അങ്ങനെയൊക്കെ വരും. ഇനി ത്വഹാറത്തി എന്ന് പറയുന്നതിനെ കുറിച്ചുള്ള ചർച്ച. ത്വഹാറത്തു ബിൽ ഫത്ത് ത്വാ അത് മസ്തർ ത്വഹറ ത്വഹറ എന്നതിന്റെ മസ്തറാണ്. ബിൽ ഫത്ത് ഹാഇ ത്വഹറ ഹായിന് പത്ത് കൊടുത്തുകൊണ്ടുള്ള ത്വഹറ എന്ന് പറയുമ്പോൾ ത്വഹാറത്ത് പത്ത് കൊടുത്ത അതാണ് അഫ്സഹ്. എന്തിനേക്കാളും ലൊമ്മിഹ ലൊമ്പ് കൊടുത്ത് പറയുന്നതിനേക്കാൾ ത്വഹുറ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ത്വഹറ എന്ന് പറയലാണ്. യത്ഹുറു ബി ലൊമ്മിഹ ഫീഹിമ പത്ത് കൊടുത്തുള്ള മാദിയായ ഫീലിൽ പത്ത് കൊടുത്തിട്ട് ത്വഹറ പറഞ്ഞാലും മുലാരി യത്ഹുറു എന്നാ വരിക. ത്വഹുറ എന്ന് ലൊമ്പ് കൊടുത്ത് മാദിയ പറഞ്ഞാലും മുലാരി യത്ഹുറു എന്നാ ഉണ്ടാവുക. പിന്നെ അമ്മ തുഹറബി മാന യോത്തസല കുളിച്ചു എന്ന അർത്ഥത്തിന് വരുന്ന യോത്തസല എന്ന അർത്ഥത്തിന് വരുന്ന തുഹറ ഫ മുസല്ലസുൽ ഹായി അവിടെ ഹായിന് മൂന്ന് അർക്കത്ത് കൊടുക്കാം. ത്വഹറ ത്വഹുറ ത്വഹിറ ഇങ്ങനെയൊക്കെ കൊടുക്കാം. ആവട്ടെ ത്വഹാറത്തി എന്ന് പറഞ്ഞാൽ ലുഗത്തൻ ഭാഷാപരമാതിന്റെ അർത്ഥം എന്ന് വെക്കാം. അൽ ഖുലൂസു മിന ദനസി അഴുക്കുകളെ തൊട്ട് ശുദ്ധിയാവുക രക്ഷപ്പെടുക എന്നർത്ഥമുണ്ട്. ഓരോ മാനവീയൻ ആ അഴുക്കുകൾ ഏതുപോലെ അത് ഇസ്സിയാവണമെന്നില്ല, മാനവി ആയാലും മതി. മാനവി ആയതിന്റെ ഉദാഹരണക്കൽ ഐബി മനസ്സിന്റെ അകത്തളത്തിലുണ്ടാവുന്ന പോര് അസൂയ ലോകമാന്യത ഇതിനെ തൊട്ടൊക്കെ ശുദ്ധ അവ ലൊഹവിയായിട്ട് നോക്കൽപ്പെടും. എന്നാൽ ഷറയിൽ അങ്ങനെയല്ല. ഷറയിൽ ത്വഹാറത്ത് എന്ന് പറഞ്ഞാൽ ആ ത്വഹാറത്തിനുണ്ട് ആനി രണ്ടർത്ഥത്തിന് തന്നെ വെച്ചിട്ടുണ്ട്. ഹഖീഖിയൻ ഒന്ന് ഹഖീഖിയാണ്. ഹഖീഖി എന്ന് പറഞ്ഞാൽ എന്താ? ത്വഹാറത്ത് സവാറുൽ മൻഇൻ നാശി അനിൽ ഹദസി വൽ ഖബസി നജസ് അശുദ്ധി ഇത്തരം കാര്യങ്ങൾ തൊട്ട് ഉണ്ടായി തീർന്ന കർമ്മങ്ങൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ തടസ്സം വന്നിട്ടുണ്ട്. ആ തടസ്സത്തെ നീക്കുക എന്നുള്ളതാണ് ത്വഹാറത്തിന് ഹഖീഖിയായ അർത്ഥം വെക്കുക. അപ്പൊ മജാസിയ അർത്ഥമുണ്ട് ത്വഹാറത്തിന്. അതെങ്ങനെ? മിൻ ഇത്ലാഖ് ഇസ്മിൽ മുസബ്ബബി അല സബബ് കാരണത്തിന്റെ മേൽ മുസബ്ബബിന്റെ നാമം കൊടുക്കുക. ത്വഹാറത്ത് എന്ന് പറയാൻ മുസബ്ബബ് സബബിന്റെ മേലിൽ വെക്കുക. ആ മുസബ്ബബിന് അത് മജാസിയ മാനയാണ്. ആ മജാസിയ മാൻ എന്താണ്? അൽ ഫീലുൽ മൗദൂഅ ബി ഇഫാദത്തി ദാലിക അതിനെ മനസ്സിലാക്കി തരുന്ന ഏതിനെന്ന് വെച്ചാൽ ആ സവാലിനെ മനസ്സിലാക്കി തരലിന് നിശ്ചയിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു പ്രവൃത്തിയുണ്ട്. അതാണ് സബബ്. ആ പ്രവൃത്തിയുടെ മേലിൽ മുസബ്ബബിനെ പറയുക എന്നത് അതാണ് മജാസിയ മാന. ഔബാദി ആസാരിഹി അല്ലെങ്കിൽ പിന്നെ അതിൽ നിന്ന് ചിലതിനെ മനസ്സിലാക്കി തരുന്നത് അത് നിശ്ചയിക്കപ്പെട്ടത്. ആ ചില ആസാർ ഏതുപോലൊക്കെ തയമ്മം ആസാറിൽ പെടുന്ന ഒന്നാണ്. അവ തയമ്മം ഇങ്ങനെയുള്ളതായ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് മനസ്സിലാക്കി തരിക എന്താന്ന് ചോദിച്ചാല് നിസ്കാരം ജവാസാണ്. ആ തയമ്മം ചെയ്താൽ അതിനാലുള്ള ആസാറിൽ നിസ്കാരം ജവാസാണെന്ന് കിട്ടും. ഇങ്ങനെ ചിലതിനെ മനസ്സിലാക്കി തരുന്നതാണ്. അങ്ങനെ മജാസിയ മായനാക്ക് നിശ്ചയിക്കപ്പെട്ട ത്വഹാറത്ത്. അവ രണ്ടർത്ഥമുണ്ടെന്ന് മനസ്സിലായി. ഒബിഹാദൽ വലഇ ഇങ്ങനെ ഈ മജാസിയായ മായന ഈ വല എന്ന് പറഞ്ഞാൽ മജാസിയ മായന ഈ മജാസിയായ മായന കൊണ്ട് അറബഹ ത്വഹാറത്ത് എന്നതിന് തഅരീഫ് നിർവചിച്ചു. അൽ മുസന്നിഫ് അവറുകൾ നിർവചനം കൊടുത്തു. എന്തുകൊണ്ട്? ബി അന്നഹ നിശ്ചയമായിട്ടും ത്വഹാറത്ത് എന്നാൽ റഫ്അ ഹദസിൻ അശുദ്ധി ഉയർത്തുക, അതല്ലെങ്കിൽ ലൗ ഇസാലത്തെ നജസിൻ അല്ലെങ്കിൽ നജസിനെ നീക്കിക്കളയുക, അല്ലെങ്കിൽ ലൗ മാഫി മഅനാഹുമ അശുദ്ധി ഉയർത്തുകയോ നജസിനെ നീക്കിക്കളയുകയോ എന്നതിന്റെ ആശയത്തിൽ വരുന്ന ഒന്ന്. ഇങ്ങനെയൊക്കെയാണ് നിർവചനം. ആശയത്തിൽ വരുന്ന ഏതുപോലെയൊക്കെ തയമ്മം പോലെ അത് യഥാർത്ഥത്തിൽ ശുദ്ധി അല്ലെങ്കിലും ഒന്നുണ്ടാക്കാൻ സ്ഥാനത്ത് നിൽക്കുകയാണല്ലോ. അപ്പൊ അത് മാനയിൽ വരുന്ന ഒന്നാണ്. അപ്പൊ തുഹുരി സരിശി മൂത്രവാർഷക്കാരന്റെ ശുദ്ധി പോലെ അതല്ല എങ്കിൽ അല സൂറത്ത് ഹിമ അശുദ്ധിയെ ഉയർത്തുകയോ നജസിനെ നീക്കുകയോ ചെയ്യുന്ന രൂപത്തിന്റെ മേലിൽ ഉള്ള സംഗതി.
അതുകൊണ്ടും നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. അതേതുപോലെ ഗുസ്ലത്തി സ്ഥാനിയ രണ്ടാമത് കഴുകുന്നത് പോലെ, രണ്ടാമത്തെ കഴുകൽ രൂപമായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ തുഹറുൽ മന്ദൂബി സുന്നത്താക്കപ്പെട്ട ശുദ്ധികളെ പോലെ അങ്ങനെയൊക്കെ വരാം. അപ്പൊ നമുക്ക് ഒന്നുകൂടി മനസ്സിലാക്കിയെടുക്കുകയാണെങ്കിൽ ഇവിടെ അശുദ്ധിയെ ഉയർത്തുക എന്ന രൂപത്തിന്റെ മേലുള്ളത് സുന്നത്തായ കുളികള്, പുതുക്കിയുണ്ടാക്കുന്ന ഒളു, രണ്ടാമതും മൂന്നാമതും കഴുകുക അശുദ്ധിയെ ഉയർത്തുന്ന ശുദ്ധി വരുന്ന കാര്യത്തിലാണെങ്കിൽ. നജസിനെ നീക്കുക എന്ന രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ ഒരു വട്ടം കഴുകിയ കഴിഞ്ഞു, പിന്നെ രണ്ടാമത് കഴുകുക, മൂന്നാമത് കഴുകുക, നജസിനെ കഴുകുന്ന കാര്യങ്ങൾ. ഇങ്ങനെയൊക്കെയാണ് സൂറത്തിൽ വരുന്ന രൂപങ്ങൾ. ഈ രൂപത്തിലോ ആശയത്തിലോ അതല്ല എങ്കിൽ നജസിനെ നീക്കുക അല്ലെങ്കിൽ അശുദ്ധി ഉയർത്തുക എന്നീ കാര്യങ്ങൾ കൊണ്ടാണ് ത്വഹാറത്തിന് മുസന്നിഫ് അവറുകൾ മജാസി പ്രകാരം നിർവചിച്ചുകൊണ്ടിരിക്കുന്നത്. വഫീഹി ഇതിലുണ്ടെന്ന് പറഞ്ഞാൽ അതിന് ഞാൻ ഉദ്ദേശിക്കുന്നത് അത്തഅബീറ ബിൽ മഅന വസൂറ, മഅന സൂറം അങ്ങനെ പറഞ്ഞ നമ്മുടെ രൂപങ്ങള് മഅന കൊണ്ടോ സൂറത്ത് ഇതുകൊണ്ട് രണ്ടുകൊണ്ടുള്ള ഇബാറത്ത്, ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിലുണ്ട് ഇഷാറത്തുന്നൊരു സൂചനയുണ്ട്. ആരിലേക്ക് സൂചന? ലി ഖൗലി ഇബ്നു റിഫഅത്തിന്റെ വാക്കിലേക്ക്. എന്താ ഇബ്നു റിഫഅത്ത് തങ്ങൾ പറഞ്ഞത്? അന്നഹ നിശ്ചയമായിട്ടും ത്വഹാറത്ത് എന്ന് പറഞ്ഞാൽ ഈ ആദേനി ഈ രണ്ട് രൂപത്തിൽ എന്ന് പറഞ്ഞാൽ അശുദ്ധി ഉയർത്തുക, നജസിനെ നീക്കുക എന്ന അർത്ഥത്തിൽ, അല്ലെങ്കിൽ അത് രണ്ടിന്റെ രൂപത്തിൽ, ഈ രണ്ട് കാര്യത്തിലുണ്ട്. എന്തുണ്ട്? മിൻ മജാജി തശ്ബീഹി, ഒരു തശ്ബീഹിന്റെ മജാസിൽ പെട്ടതാണ് ഇത്. അപ്പൊ ഒരു തശ്ബീഹിന്റെ മജാസിൽ പെട്ടതാണ് ഈ രണ്ട് കാര്യത്തിലും എന്നുള്ളതാണ് ഇബ്നു റിഫഅത്തിന്റെ വാക്ക്. അതിലേക്കൊരു സൂചനയുണ്ട് ഇങ്ങനെ ഈ പറഞ്ഞ കാര്യത്തിൽ മഅന കൊണ്ടും സൂറത്ത് കൊണ്ടും ഇബാറത്തിടുന്നതിൽ എന്നതാണ്. എന്നാൽ ഇതിന് മറുപടി കൊടുക്കണം. ഇല്ലാ യുജാബാൻഹു, അതിനെ തൊട്ട് മറുപടി നൽകിയാൽ ഒഴികെ. എന്താ മറുപടി? ബി മൻഇഹി, ഇബ്നു റിഫഅത്ത് പറഞ്ഞ വാക്ക് ശരിയാവൂല എന്ന് പറയാം, അത് പറ്റൂല എന്ന് പറയാം. അപ്പോൾ ഇസ്ബാത്തി അന്നഹ ഫീഹിമ, മഅന കൊണ്ടായാലും സൂറത്ത് കൊണ്ടായാലും അത് രണ്ടുകൊണ്ടും ഇബാറത്തിടുന്ന വിഷയത്തിൽ ത്വഹാറത്തി എന്നുള്ളത് ഹഖീഖത്തുൻ ഉർഫിയ, ഉർഫിയായ ഹഖീഖത്താണ്, പതിവായി നിൽക്കുന്നത്. അങ്ങനെയാണല്ലോ സാധാരണ പതിവ്. അപ്പൊ സാധാരണഗതിയിലുള്ള ഒരു ഹഖീഖത്തായിട്ടുള്ളത് തന്നെയാണെന്ന് സ്ഥിരപ്പെടുത്തൽ കൊണ്ടും ഇബ്നു റിഫഅത്ത് എന്ന് പറയുന്നത് പറ്റൂല എന്നതുകൊണ്ടും മറുപടി കൊടുത്താൽ വിഷയം തീർന്നു. കമാ സ്വറഹു ബിഹി, അങ്ങനെ ഫുഖഹാക്കൾ വ്യക്തമാക്കി പറഞ്ഞതുപോലെ തയമ്മും, ഈ തയമ്മത്തിന്റെ ബാബിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ത്വഹാറത്തി, എന്നാ പിന്നെ മുസന്നിഫ് അവർ ആദ്യം ഇവിടെ തുടങ്ങി ത്വഹാറത്ത് കൊണ്ടാണ്, നിസ്കാരം കൊണ്ടൊന്നുമല്ലല്ലോ. ത്വഹാറത്ത് കൊണ്ട് മുസന്നിഫ് അവർ തുടങ്ങി. ആ എന്താ കാരണം? അത് ഖബർ ഹാക്കിമി വൈരിഹി, ഹാക്കിം അല്ലാത്തൊരു റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഉണ്ടായതിന്റെ വേണ്ടി. എന്താ ഹദീസ്? മിഫ്താഹു സ്വലാത്തി അത്തഹൂർ എന്നുണ്ട്. നിസ്കാരത്തിന് തുടങ്ങുന്ന താക്കോല് ശുദ്ധി വരുത്തുക എന്നുള്ളതാണ്. അപ്പൊ അത് നിസ്കാരത്തെ പറ്റി പറഞ്ഞ കാരണം നിസ്കാരമാവുന്ന പെട്ടിയെ തുറക്കണമെങ്കിൽ താക്കോല് വേണ്ടേ? ആ താക്കോൽ ശുദ്ധിയാണ്. ഇത് ഹദീസ് പറഞ്ഞു, ആ നിലക്ക് തുടങ്ങി. സുമ്മ ബിമ ബഅദ, പിന്നെ അതിന് ശേഷമുള്ളത് കൊണ്ട് തുടങ്ങി. അതെങ്ങനെ? അലൽ വദിഇൽ ബദീഇ, ബദീആയ ഒരു നിയമം, അതായത് ഒരു സാഹിത്യാലങ്കാരത്തിൽ ഒരു വെക്കുന്ന രീതിയുണ്ട്, അതനുസരിച്ചാണ് പിന്നെ തുടങ്ങിയത്. അല്ലാത്തി അതിനുശേഷം വരുന്നുണ്ട്, ആ രീതിയിലാണ് പിന്നെ തുടങ്ങിയത്. അങ്ങനെ തുടങ്ങിയത് ത്വഹാറത്തിന് ശേഷം പിന്നുള്ളത് കൊണ്ട് തുടങ്ങിയത് ലി അംറൈനി, രണ്ട് കാര്യം അവിടെ ഉണ്ടായത് കൊണ്ടാ. അൽ അവലു, ഒന്നാമത്തേത് അൽ ഖബറുൽ മഷ്ഹൂർ, ഒരു പ്രചാരമുള്ള ഹദീസ. അതെന്താണ്? ബുനിയൽ ഇസ്ലാം അലാ ഖംസ്, ഇസ്ലാമിനെ 5 കാര്യത്തിന്റെ മേൽ എടുക്കപ്പെട്ടിട്ടുണ്ട് എന്ന. അപ്പൊ ബുനിയൽ ഇസ്ലാമു അലാ ഖംസ് എന്ന ഷഹാദത്ത് അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. പിന്നെ ആണ് പറഞ്ഞ് നിസ്കാരത്തെ കുറിച്ചും നോമ്പിനെ കുറിച്ചും സക്കാത്തിനെ കുറിച്ചും ഹജ്ജിനെ കുറിച്ചൊക്കെ അല്ലേ പറഞ്ഞത്? വഇഖാമസ് സ്വലാത്തി വഇതാഉ സക്കാ വസൗമി റമളാന വഹിജ്ജുൽ ബൈത്ത്, ഇങ്ങനെയാണുള്ളത് ഹദീസ്. ഇങ്ങനെ മസൂറായ ഒരു ഹദീസ് ഉണ്ട്. അതൊരു കാരണം അങ്ങനെയാ. എന്നാ പിന്നെ ഇവിടെ അസ്ഖത്തുൽ കലാം അലാ ഷഹാദത്തൈനി, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന 2 ഷഹാദത്തിന്റെ മേലുള്ള സംസാരമുണ്ട്. ആ സംസാരം ഫുഖഹാക്കൾ ഇവിടെ ഒഴിവാക്കി. അതെന്താ ഒഴിവാക്കാൻ കാരണം? അന്നഹു, നിശ്ചയമായിട്ടും കലാമ് ഒഫിരിദ, തനിഫിക്കപ്പെട്ടു ബി ഇൽമ്, ഈ പറയുന്ന ഷഹാദത്തിന്റെ കലാമിനെ ഇൽമു തൗഹീദ് കൊണ്ട് തന്നെ എന്താക്കപ്പെട്ടു? തനിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ പിന്നെ അതനുസരിച്ച് അവിടെ ചർച്ച വരും, അവിടെ കൊണ്ടുവരണ്ട.
ആസാറു റിവായത്ത് തഖ്ദീമി സൗമി അലൽ ഹജ്ജ്. അവന് ഹജ്ജിനേക്കാൾ പിന്നെ നോമ്പിനെന്തിനെ മുന്തിച്ചെഴുന്നാണ്. ആ നോമ്പിനെ മുന്തിച്ച റിവായത്തുണ്ട്. ആ റിവായത്തിനാണ് ഫുഖാക്കൾ തെരഞ്ഞെടുത്തത്. ഹജ്ജിനേക്കാൾ നോമ്പിനെ മുന്തിച്ചു എന്ന റിപ്പോർട്ട് എടുത്തു. അതെടുക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ അന്നഹു നിശ്ചയമായിട്ട് നോമ്പ് ഫൗരിയുൻ, അത് വേഗത്തിൽ കഴിവുണ്ടെങ്കിൽ പറഞ്ഞ നിബന്ധന ഒത്ത വേഗം തീർക്കേണ്ട അമലാണ് നോമ്പ്. അപ്പൊ മുത്തക്കറിൻ വർഷം തോറും മടങ്ങി വരുന്നതുമാണ്. അഫറാദുമൻ യൽസമുഹു, നോമ്പ് നിർബന്ധമാകുന്ന ആളുകളാണെങ്കിലോ അക്സർ കൂടുതലുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഹജ്ജിനേക്കാൾ നോമ്പിനെ മുന്തിച്ച റിപ്പോർട്ട് ഇവിടെ കൊണ്ടുവരാൻ കാരണം, തെരഞ്ഞെടുക്കാനുള്ള കാരണം. ഒരു കാരണം ഇപ്പൊ മസ്കൂറായ ഹദീസിനെ പറ്റി പറഞ്ഞു. ആ നിലക്കാണ് ത്വഹാറത്തിന് ശേഷമുള്ളതുകൊണ്ട് തുടങ്ങിയതാണ്. രണ്ടാമത്തെ കാരണം അന്നൽ ഖുറല്ലൽ ബിഅസ, പ്രവാചകന്മാരെ ഈ പ്രപഞ്ചത്തിലേക്ക് നിയോഗിക്കുക എന്നതിന്റെ ഉദ്ദേശം, ആവശ്യം എന്താ? ഇൻതിലാമു അംറുൽ മആശി വൽ മആദ്, ആഖിറത്തിന്റെയും ദുന്യാവിന്റെയും ജീവിത കാര്യങ്ങളൊക്കെ എന്താണ് കോർവയാവണമെന്നുണ്ട്. അത് ചിട്ടയിലും മട്ടിലും ആവണം. എന്തുകൊണ്ട്? ബി കമാൽ ഖുവൽ നുത്ഖിയത്തി, തെളിവുകൾ മനസ്സിലാക്കി എടുത്തുകൊണ്ടുള്ള ശക്തി പരിപൂർണമാവലുകൊണ്ടാണ് ഇത് രണ്ടും നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ. മുകമ്മിലുഹ, അതിനെ പൂർത്തീകരിക്കുന്നത് അൽ ഇബാദാത്തു വശഹ്വിയ്യത്തു, ഇബാദത്തുകളും വികാരങ്ങളുമാകുന്നു. മുകമ്മിലുഹ, ഈ ഇബാദത്തുകളെയും ഷഹ്വിയത്തിനും പൂർത്തീകരിക്കുന്നതോ ഇതാവും ഭക്ഷണമാണ്. അപ്പൊ ഭക്ഷണം വേണം, അതുണ്ടായ വികാരമുണ്ടാവും, ഇബാദത്തിന് ശക്തിയും ഉണ്ടാവും. ഇങ്ങനെയൊക്കെയാണ്. വനഅഹു, അതുപോലെ തന്നെയാണ് മുആമലാത്തു, ഈ പറയുന്ന മുആമലാത്തുകളും, ഏതുപോലെ ഇബാദാത്തു പോലെ തന്നെ മുആമലാത്തുകൾ. ഒത്തുകും അതുപോലെ തന്നെ വനഅഹു മുനാക്കഹാത്തു വൽ അസ്ബിയ വമുകമ്മിലുഹ, ഇവകളൊക്കെ പൂർത്തീകരിക്കുക എന്താ? അത്തഹറുസു അൽ ജിനായാത്ത്, ക്രിമിനൽ കുറ്റങ്ങളെ തൊട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഈ പറയുന്ന ഒസ്ബിയത്തിനെയൊക്കെ തൊട്ട് സൂക്ഷിക്കുകയാണ് മുകമ്മില്. ആവട്ടെ ഉദ്ദിമത്തുൽ, ഇതിൽ ആദ്യത്തേന് മുന്തിക്കപ്പെട്ട് ത്വഹാറത്തല്ല ഇബാദാത്തിനെ. അത് മുന്തിക്കപ്പെട്ടത് എന്തിനാന്ന് ചോദിച്ചാൽ ഷറബിക, അതല്ലേ ഏറ്റവും ഉന്നതമായത്. അതുകൊണ്ടാ ത്വഹാറത്ത് കഴിഞ്ഞാൽ പിന്നെ മുന്തിക്കപ്പെട്ട സുമ്മ സ്ഥാനിയ, പിന്നെ രണ്ടാമത്തിന് മുന്തിക്കപ്പെട്ടു മുആമലാത്ത്. അതെന്താ? ശിദ്ദത്തിൽ ഹാജത്തി ഇലൈഹ, മുആമലാത്തിലേക്കുള്ളതായ ആവശ്യം വളരെ ശക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് അതിനെ മുന്തിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ മുന്തിക്കപ്പെട്ടത് സുമ്മ സാലിസത്വം, പിന്നെ മൂന്നാമത്തിന് മുന്തിക്കപ്പെട്ടു. അത് മുനാക്കഹാത്താണ്. അന്നഹ ദൂനഹ, അതെന്താന്ന് ചോദിച്ചാല് മുനാക്കഹാത്ത് രണ്ടാമത്തെ ആവശ്യത്തിന്റെ താഴെ പടിയിലുള്ളതാണ്. ഫില്ലാജത്തി, ആവശ്യം നോക്കുമ്പോ രണ്ടാമത്തിന് താഴെ ഭാഗം പടിയിലുള്ളതാണ്. സുമ്മറാബിയോ, പിന്നെ നാലാമത്തിന് മുന്തിക്കപ്പെട്ടു. അതേതാണ്? ജിനായാത്താണ്. ജിനായത്തിന് മുന്തിക്കപ്പെടാൻ കാരണം ഇല്ലത്തി വഖൂഹ ബി നിസ്ബത്തി ലിമാ ഖബലഹ, ജിനായത്തിന്റെ മുമ്പുള്ള കാര്യങ്ങളിലേക്ക് ചേർത്തി നോക്കുമ്പോൾ ജിനായത്ത് വളരെ കുറവായിട്ടാണ് കാണും. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്തത്. ഇന്നമാ ഖതമ അൽ അക്സറു, അധിക പണ്ഡിതന്മാരും ഈ പറയുന്ന ജിനായത്തിന് പറഞ്ഞിട്ട് അവസാനിപ്പിച്ചത് ബിൽ ഇത്ഖി, ഒരു അടിമയെ മോചിപ്പിക്കുക എന്ന് പറയുന്ന ഇത്ഖ് കൊണ്ടാണ് അവസാനിപ്പിച്ചത്. അത് തഫാഉലൻ, എന്തിനു വേണ്ടിയാന്ന് ചോദിച്ചാൽ ശുഭലക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. ബദഉ മിൻ മുഖദ്ദിമാതി ത്വഹാറത്തി, എന്നാൽ ത്വഹാറത്തിന്റെ മുഖദ്ദിമകൾ, ആ മുഖദ്ദിമകൾ, അപ്പൊ ത്വഹാറത്ത് പലതുകൊണ്ടും വരുത്താം. അതിന് പാട് മുഖദ്ദിമകളുണ്ട്. ആ മുഖദ്ദിമകളിൽ നിന്ന് മുസന്നിഫു ഫുഖാക്കൾ തുടങ്ങിയത് ബിൽ മായി, വെള്ളം എന്ന് പറയുന്ന കാര്യം കൊണ്ടാണ്. അതുകൊണ്ട് ശുദ്ധീകരണത്തിലാണോ? അതൊന്നാണ് കാരണം. ഈ അന്നഹു, വെള്ളം എന്ന് പറയുന്നത് അൽ അസ്ലു ഫി ആലാത്തിഹ, ഫി ആലത്തിഹ, ത്വഹാറത്തിന്റെ ആയുധങ്ങളിൽ അടിസ്ഥാനം വെള്ളമാണ്. അതുകൊണ്ടാണ് വെള്ളം കൊണ്ട് ഫുഖാക്കൾ തുടങ്ങിയത്. വഫ്തതഹ ഹാദൽ കിതാബ, മുസന്നിഫ് അവറുകൾ മിൻഹാജ് എന്ന് പറയുന്ന കിതാബിനെ തുടങ്ങിയത് ബിൽ ആയത്തി, ഒരു ആയത്തോതിക്കൊണ്ടാണ് തുടങ്ങിയത്. അതെന്തിനാ? ലിതഊദ ബറകതുഹ അലാ ജമീൽ കിതാബ്, മിൻഹാജ് കിതാബ് മുഴുവനും എന്ത് വേണം? ആ ആയത്തിന്റെ ബർക്കത്ത് ഇവിടെ കിട്ടണം. ആ ഒരു ബർക്കത്തിന് വേണ്ടിയിട്ടാണ് ആ ആയത്ത് കൊണ്ട് തുടങ്ങിയത്. എന്നല്ലാതെ ലാലി കൗനിഹ ദലീലഹു, അതൊരു കിതാബിന്റെ തുടക്കമായിട്ട് ലക്ഷ്യമായിട്ട് തുടങ്ങിയതല്ല. ആ കിതാബിനൊരു എന്താവുക? ദലീലായി നിൽക്കുക. അങ്ങനെ ദലീൽ എന്ന നിലക്ക് തുടങ്ങിയതല്ല, ബർക്കത്ത് കിട്ടിക്കോട്ടെ എന്ന നിലക്ക് തുടങ്ങിയതാണ്. കാരണം അന്നമിൻ ഷൈനിഹി, നിശ്ചയമായിട്ടും ദലീലിന്റെ കാര്യത്തിൽ പെട്ടതെന്താ? അത്തഅഖുറ, ദലീൽ പിന്തലാണ്. അല്ലെങ്കിൽ മദലൂലിനേക്കാളും ദലീൽ പിന്തി വരണം. അതുകൊണ്ടാണ്. എന്തോടൊപ്പം തന്നെ അലാ അന്നഹു, നിശ്ചയമായിട്ടും ദലീൽ ഇതാക്കാൻ, ആ ദലീലാണെങ്കിൽ ഖായിദത്തൻ കുല്ലിയ, ഒരു കുല്ലിയായ ഒരു നിയമമാണ് ദലീലെങ്കിൽ,
യന്തബിഖു അലൈഹ ആ കുല്ലിയായ നിയമത്തിന്റെ മേലാണ് യോജിച്ചു വരിക അക്സറുൽ മസായി അധിക മസ്അലകളും കമാഹുന ഇവിടെ പറഞ്ഞതുപോലെ തന്നെ അങ്ങനെയാവുകയാണെങ്കിൽ ഖുദ്ദിമ അതിനാണ് മുന്തിക്കപ്പെടുക എന്നിരിക്കെ മദുലിനെ തൊട്ട് ദലീൽ പിന്തലാണല്ലോ സൈന്. പിന്നെ വലം യുറായി ദാലിക മുസന്നിഫ് അവറുകൾ ഈ പറയുന്ന കാര്യത്തെ സൂക്ഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ലക്ഷ്യം കൊണ്ട് കിതാബിനെ തുടങ്ങുക എന്നതിനെ സൂക്ഷിച്ചിട്ടില്ല. ഈ വൈരിഹി മറ്റു പല കാര്യങ്ങളിലും ഇതല്ലാത്തതിൽ മുസന്നിഫ് സൂക്ഷിച്ചിട്ടില്ല. അസിലുഹു മിന്നാജിന്റെ അസിലായിരിക്കുന്ന മുഹറർ അങ്ങനെ കിതാബിനെ തുടങ്ങലിനെ ലക്ഷ്യം കൊണ്ട് സൂക്ഷിച്ചിട്ടുണ്ട് എങ്കിലും ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു തആല അൻഹു അങ്ങനെ സൂക്ഷിച്ചു വന്നിട്ടില്ല. ആരെ പോലെയൊക്കെ ഷാഫി റളിയല്ലാഹു തആല അൻഹു ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു എന്താ ചെയ്തിട്ടുള്ളത്, അങ്ങനെ ചെയ്തിട്ടുണ്ട്. ആ ഒരു അടിസ്ഥാന പ്രകാരമായിട്ട് ഇമാം അവർ ചെയ്തിട്ടില്ല. അതെന്തിനാ ചോദിച്ചാൽ ഇഖ്തിസാറൻ, അത് ചുരുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ചുരുക്കത്തിന് വേണ്ടിയിട്ടാണ് ബഹുമാനപ്പെട്ടവർ ആ കാര്യമൊന്നും സൂക്ഷിക്കാതെ പോകുന്നത്. എന്ന് പറഞ്ഞാൽ മുഹറർ പോയ വഴി ഇമാം നബവി റളിയല്ലാഹു അൻഹു സൂക്ഷിച്ചിട്ടില്ല. സൂക്ഷിക്കാതിരിക്കാനുള്ള കാരണം എന്താണ്? ഇഖ്തിസാറാണ്. സൂക്ഷിക്കാതെ തബാലി ഇമാമിൽ മദ്ഹബിന്റെ ഇമാമിനോട് പിൻപറ്റിക്കൊണ്ട് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് കാരണം. എന്നിട്ട് ഈ കിതാബ് ഒരു ത്വഹാറത്തിന്റെ അധ്യായം ഇട്ട് അതിനെക്കുറിച്ച് കിതാബ് ത്വഹാറത്ത് ഇദാബത്ത് അതുമായി ബന്ധപ്പെട്ട എന്തെല്ലാം ഉണ്ടോ അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇനി ഖാല അല്ലാഹു തആല വ അൻസൽനാ മിനസ് സമാഇ മാഅൻ ദഹൂറാ എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് നാളത്തെ ക്ലാസ്സിലൂടെ ചർച്ച ചെയ്യാം. അള്ളാഹു ഇത് നമ്മിൽ നിന്ന് കബൂലായി സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ, സ്വാലിഹായ അമലാക്കി തരട്ടെ. നമ്മെ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇൽമിന്റെ പ്രഭ നൽകി അള്ളാഹു വളരെയധികം ഹൃദയ വിശാലത നൽകിയിട്ട് റാഹത്താക്കി തരട്ടെ. മഹാന്മാരുടെയൊക്കെ ഫضل കൊണ്ട് നമ്മുടെ നല്ല നല്ല ഉദ്ദേശങ്ങളൊക്കെ നിറവേറ്റി തരട്ടെ. മരിക്കുന്നത് വരെ ദീനിന്റെ ഖാദിമായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകട്ടെ. നമ്മയും നമ്മുടെ കുടുംബങ്ങളെയൊക്കെ അള്ളാഹു സാലിഹീങ്ങളാക്കി തരട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.